ഇന്ന് നമ്മൾ ഫാമിലി ആയിട്ട് അവണേങ്ങാട് അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. കുറച്ചധികം നാളായിട്ടുണ്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചൊന്ന് അമ്പലത്തിൽ പോയിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ പോവുകയാണ്. ഇപ്പോൾ ബസ്സൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്ററാണ് കേട്ടോ അവണേങ്ങാട് അമ്പലത്തിലേക്ക് വരുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയപ്പോൾ നന്നായിട്ട് അമ്പലം അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവിടെ വെള്ളാട്ട് നടന്ന് കഴിഞ്ഞ ഒരു ദിവസമായിരുന്നു. അപ്പം നമുക്ക് അവിടെ എത്താനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ വെള്ളാട്ട് സമയത്ത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സമയത്ത് അമ്പലത്തിലേക്ക് വരുന്നതും. അത് കാരണം തന്നെ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. വേറൊരു വൈബായിരുന്നു കാണാനായിട്ട്. പിന്നെ അമ്പലത്തിലെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാനായിട്ട് അലൗഡ് അല്ല. അങ്ങനെ നമ്മൾ തൊഴുതതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് വന്നു കേട്ടോ. കുറച്ചധികം നേരം ക്യൂ നിൽക്കേണ്ടി വന്നു. എന്നാലും നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഫുഡൊക്കെ നമുക്ക് വേഗം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി സാമ്പാറൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ പറയാനായിട്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ അവണേങ്ങാട് അമ്പലത്തിൻ്റെ ചെറിയൊരു മിനിയേച്ചർ വേർഷനായിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി നിന്ന് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ കുട്ടിച്ചാത്തങ്കാവ് കാനാടി മഠത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങോട്ട് വരവ് കുറവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് കയറി തൊഴുതു. പിന്നെ അവിടെ നിന്നും നമ്മൾ അന്നദാനം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം പുറത്തൊക്കെ ഇരുന്നു വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ എന്താ പറയുക, ഈ ഒരു അമ്പലത്തിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ശില്പങ്ങളാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം നിന്ന് കണ്ടു. കുറച്ച് നേരം അവിടെ ഇന്ന് റെസ്റ്റ് എടുത്തു കേട്ടോ. അതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ബൈ.